എല്ലാവർക്കും നമസ്കാരം. ഇനി എങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ദറ്റ് ഈസ് ഇന്ത്യയിലത്തെ അഗ്രികൾച്ചറിനെ ബാധിച്ചത്, ദറ്റ് ഈസ് പ്രൈമറി സെക്ടറിനെ ബാധിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അഗ്രികൾച്ചർ പറയുന്നത് പ്രൈമറി സെക്ടർ ആണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് 2/5 ഓഫ് പോപ്പുലേഷൻ, ഇന്ത്യയിലത്തെ 2/5 ഓഫ് പോപ്പുലേഷൻ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത് അഗ്രികൾച്ചറിലോടാണ്. ഈ റീസെന്റ് സമയങ്ങളിൽ 3.5% ഗ്രോത്ത് അഗ്രികൾച്ചർ കാട്ടിയിട്ടുണ്ട്. പക്ഷെ GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ദറ്റ് ഈസ് 18% ആയിട്ടാണ് ഡിക്ലൈൻ ചെയ്തത്. കോൺട്രിബ്യൂഷൻ ടു നാഷണൽ ഗ്രോസ് വാല്യൂ ഔട്ട്പുട്ടിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2015 കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 24.3% എന്ന് വെച്ചാൽ 2023-24 വരുമ്പോൾ ദറ്റ് ഈസ് 30.23% ആയിട്ട് ഇൻക്രീസ് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാൻ വെച്ചാൽ ദറ്റ് ഈസ് ഷോർട്ടേജ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LPG, പെട്രോൾ, ഡീസൽ എന്നീ ഇനങ്ങളിലൊക്കെ ഷോർട്ടേജ് വന്നു. അപ്പോൾ ഷോർട്ടേജ് വന്നപ്പോൾ ഇൻഫ്ലേഷൻ കൂടി. ദാറ്റ് ഈസ് അത് മിഡിൽ ക്ലാസ്, ഇന്ത്യയിലത്തെ മിഡിൽ ക്ലാസ് ആൾക്കാരുടെ ജീവിതം ദുഷ്കരമാക്കി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി. വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിലൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടി. ക്രൂഡ് ഓയിൽ ക്രൈസിസ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡക്ഷനെ ബാധിച്ചു. യൂറിയയും അമോണിയം അൺഹൈഡ്രേറ്റ്സിന്റെ പ്രൊഡക്ഷനും കുറഞ്ഞു. ഇന്ത്യയുടെ ആനുവൽ ഫ്യൂവൽ യൂസേജിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് 70% ഫ്യൂവൽ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ 15% യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 33 ഡൊമസ്റ്റിക് യൂറിയ പ്ലാന്റ്സ് ഉണ്ട്. യൂറിയ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനും പ്ലാന്റ്സിനും ഓയിൽ അത്യാവശ്യമാണ് പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട്. പെർ ഇയറിൽ അപ്രോക്സിമേറ്റ് 269 lakh മെട്രിക് ടൺ യൂറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്നത് 70 lakh മെട്രിക് ടൺ ആണ്. പൊട്ടാസ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത് 80 lakh മെട്രിക് ടൺ ആണ്. ദറ്റ് ഈസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് റഷ്യ, കാനഡ, ബെലാറസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പൊട്ടാസ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി റിലേ ചെയ്യുന്നത്. അതിൽ ഭൂരിഭാഗ ശതമാനം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണ്. ദാറ്റ് ഈസ് ഒമാൻ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് നാച്ചുറൽ ഗ്യാസ് മെയിനായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈ ഫെർട്ടിലൈസേഴ്സ് ആയ ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാസ് എന്നീ ഹൈ ഫെർട്ടിലൈസേഴ്സും ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിനാവശ്യമായ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ഇന്ത്യയിലില്ല. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ക്രൈസിസ് ദറ്റ് ഈസ് പെട്രോളിന് ഡീസലിന് ഷോർട്ടേജ് കാരിഫ് ക്രോപ്പിനെയും കൂടി ബാധിച്ചിട്ടുണ്ട്. $757 million റൈസും $51 million ടീനുമാണ് ഇറാനിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഡിലേ വന്നു, ചിലതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്മതി റൈസിന്റെ എക്സ്പോർട്ട് 7% ഡിക്രീസ് ആയി. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഷിപ്പിംഗ് ഇൻഷുറൻസ് ഒക്കെ കൂടി, ഷിപ്പിംഗ് ചാർജ് കൂടി. അതൊക്കെയാണ് മെയിൻ റീസൺ ആയിട്ട് വന്നത്. ഗോതമ്പ്, മഞ്ഞൾ, എള്ള്, പഞ്ചസാര എന്നിവയുടെയും എക്സ്പോർട്ടിനെ ഈ ഒരു ക്രൈസിസ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രൈസിസിനെ നേരിടാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതിശക്തമായ പ്രയത്നം അനിവാര്യമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയം മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുക? ദാറ്റ് ഈസ് ഫ്യൂവൽ ടാക്സ് കുറയ്ക്കുക, അതുപോലെ തന്നെ റവന്യൂ വേറെ സോഴ്സുകളിലേക്ക് മാറ്റുക, ദാറ്റ് ഈസ് റോഡ് ടാക്സ് കൂട്ടുക. അപ്പോൾ റവന്യൂ സോഴ്സ് ഈ ഒരു ഇതിൽ നിന്ന് വേറെ ഇതിലേക്ക് ഫോക്കസ് ആക്കുക. ഇമ്പോർട്ട് ബേസ് കൂട്ടുക, ദാറ്റ് ഈസ് ഇപ്പോൾ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി രാജ്യങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക, കുറച്ചുകൂടി രാജ്യങ്ങൾക്ക് നിന്ന് ഇമ്പോർട്ട് ചെയ്യുക സാധനങ്ങൾ. പ്ലേസിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുക. LNG ഇമ്പോർട്ട് ഓസ്ട്രേലിയ, കാമറൂൺ, ആംഗോള എന്നീ രാജ്യങ്ങളിൽ കൂടി ഡൈവേഴ്സിഫൈ ചെയ്യുക. അതുപോലെ അമോണിയ ഇന്തോനേഷ്യ, ചൈന, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ കൂടി ഇമ്പോർട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നത് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.